ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ നന്ദക്കിട്ട് പണി കൊടുക്കണമെന്നുള്ള വ്യാമോഹമായിട്ട് ഇരിക്കുകയാണ് അവിടെ പിങ്കിയും അതുപോലെ തന്നെ വല്യമ്മയും. അങ്ങനെ നന്ദക്കിട്ടുള്ള പണി കൊടുക്കുമെന്ന് പറയുമ്പം അയ്യോ, നന്ദയെ ഉപദ്രവിച്ചാൽ നന്ദയ്ക്ക് മാത്രമല്ല ഗൗതത്തിന് നോവുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് നല്ല ചെറുക്കനായിരുന്നു, എങ്ങനെ അവൻ പെൺകോന്തനായി മാറിപ്പോയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. അതെ, ഇന്ന് ആ മിക്സി കേടാക്കിയത് ആരുടെ ബുദ്ധിയാ പവിത്രേ? നിൻ്റെയോ അതെയോ മോഹിനിയുടെയോ അതെന്ന് ചോദിച്ചു. അയ്യോ, ദേവദോഷം പറയല്ലേ എൻ്റെ ലക്ഷ്മി അമ്മേ, ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പവിത്ര പറഞ്ഞു. ആരായാലും കൊള്ളാം, അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അങ്ങ് പറഞ്ഞപ്പോഴത്തേനും പിങ്കി വലിയ ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ കോളേജ് കഴിഞ്ഞ് കയറി വരുന്നു. അപ്പം കയറി വന്നതേ നന്ദയോട് ചോദിച്ചു, മോളെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്ന് ലക്ഷ്മി. അപ്പം മുഖമൊക്കെ വല്ലാതെ നന്ദ കയറി വന്നത്. എന്താ മോളെ, എന്താ വല്ലാത്തൊരു വിഷമം പോലെയും ചോദിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, തലവേദനയോ? എന്തു പറ്റിപ്പെട്ടെന്ന് തലവേദനിക്കാൻ? അയ്യോ ഷോ, ചെറിയൊരു ചൂടുണ്ടല്ലോ, പനിക്കോള് വല്ലതും ആണോ എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ ചോദിക്കാം. അപ്പം ഞാൻ പോയൊരു ഇത്തിരി നേരം കിടക്കട്ടെ അമ്മയെന്ന് പറഞ്ഞ് നന്ദ പോകുമ്പോഴേക്കും നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ടൊരു തുള്ളൽ. ഈ വല്യമ്മ പോകാൻ വരട്ടെ, ഒരു കാര്യത്തിനെ തീരുമാനം ഉണ്ടാക്കാനുണ്ടെന്ന് പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മതി റെസ്റ്റ് എടുപ്പും കാര്യങ്ങളൊന്നും. അപ്പോഴേക്കും നന്ദയും ഒക്കെ ഇങ്ങനെ നോക്കുന്നു. പിങ്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്നൊരു ചമ്മന്തി അരച്ചിട്ട് ഇവളുടെ പാട്ടിന് നോക്കി അങ്ങ് പോയി. അതുകൊണ്ടൊക്കെ തീരുവോ ഇവിടുത്തെ പണികൾ? ഇനിയും ഇവിടെ ഒരുപാട് പണികളുണ്ട്, അതെല്ലാം ഇവൾ ചെയ്തേ പറ്റൂ. മോൾക്ക് വയ്യാതെയല്ലേ ചേച്ചി വന്നിരിക്കുന്നത്, ഏട്ടത്തി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് തന്നെ ആയാലും ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണം. ഇന്നൊരു ദിവസത്തേക്ക് ഞാനതങ്ങ് ക്ഷമിക്കുകയാണ്. പക്ഷേ നാളെ തൊട്ട് ആ പറ്റിയൊരു പണി ഇവിടെ നടക്കുന്നില്ല. എല്ലാ പണിയും ചെയ്തിട്ടേ കോളേജിൽ പോകാൻ പറ്റുള്ളൂ. അവരവരുടെ ജോലികൾ ചെയ്ത് തീർത്തിട്ടേ മറ്റെന്ത് കാര്യത്തിലും തലയിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഓരോരുത്തർക്ക് ഓരോ ജോലി വേണം. ആ ജോലിയിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് പിങ്കിയാണെന്ന് പറഞ്ഞു. അങ്ങനെ തുണി കഴുകലും മിറ്റുമടിക്കലും പവിത്ര, തറ തുടയ്ക്കലും പാത്രം തേച്ച് കഴുകി വൃത്തിയാക്കുന്നതും നന്ദയുടെ ജോലിയാണെന്നും പറഞ്ഞു. അതായത് നിന്റെ ജോലി എന്നും പറഞ്ഞ് ജോലി നന്ദയ്ക്ക് അങ്ങ് വീതിച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ പിങ്കി മോളെ സൈഡ് പിടിച്ച് ഇതെല്ലാം ജോലികളൊക്കെ ഏൽപ്പിച്ച് കൊടുക്കുവാണ്. ഇതൊക്കെ കേട്ട് ലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുക. നന്ദ, നീ കേട്ടല്ലോ, അതികാലത്ത് എഴുന്നേറ്റ് പണികളൊക്കെ തീർത്ത് വെച്ചാൽ അതിവേഗം നന്ദയ്ക്ക് കോളേജിലേക്ക് പോകാമെന്നും പറഞ്ഞു ഈ വല്യമ്മ. ഇത് കേട്ട് നന്ദ വല്ലാണ്ട് നിൽക്കുക. നിബന്ധനകളൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവൾക്ക് മുറിയിലോട്ട് പോകാമോ എന്ന് ലക്ഷ്മി ചോദിച്ചു. മോള് വാ എന്നും പറഞ്ഞ് മോളെയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മി അങ്ങ് പോയി. ആ സമയത്ത് ഇവറ്റകളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ദേ അവളിതൊക്കെ ചെയ്യുമോ വല്യമ്മയെന്നും പിങ്കി വന്ന് ചോദിച്ചപ്പം നോക്കാം, ആ ഡോക്ടർ അമ്മയുണ്ടല്ലോ, അവളിതൊക്കെ ചെയ്തില്ലെങ്കിലേ ഞാൻ ശരിയാക്കും, അവളെ ഞാൻ നിർത്തി പൊരിക്കുമെന്നും പറഞ്ഞു. നാളെ ഉച്ച തിരിഞ്ഞാലും അവളെ ഇവിടുന്ന് കോളേജിലേക്ക് പോവില്ല എന്നും പറഞ്ഞ് ഇതേ വല്യമ്മയുടെ വാക്കാണെന്നും പറഞ്ഞു പിങ്കി. അത് കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷം. പിങ്കി ഭയങ്കര ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞു. നമ്മുടെ നന്ദയാണെങ്കിൽ രാത്രി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതം ഓഫീസിൽ നിന്ന് വരുന്നത്. ഈ സമയത്ത് നന്ദയ്ക്ക് ഭയങ്കര ടെൻഷൻ, ഭയങ്കര ചുമ, ഭയങ്കര പനിക്കോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകെ എന്താ പറയുക, വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന നന്ദ പഠിക്കുന്നത് ഗൗതം കണ്ടുകൊണ്ട് വരികയാണ്. ഗൗതം ഫോണിലായിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പോഴേക്കും ഗൗതം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് അടുത്ത് വന്നിരുന്നു. എന്താ പറ്റിയത്, നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. കാണാൻ പാടില്ല ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞു നന്ദ. നീ എന്താ ഈ പുതപ്പൊക്കെ മൂടിയിരുന്ന് വിറയ്ക്കുന്നത്? പിന്നെ പനി വന്നാൽ ഞാൻ എന്താ ചെയ്യുന്നത്? വിറക്കില്ലേ, തണുക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ നന്ദ അന്നേരം ഗൗതത്തിനോട്. അപ്പോൾ പനിയാണോ എന്ന് ചോദിച്ച് ഗൗതം ഇങ്ങനെ നന്ദ ഇങ്ങനെ തൊട്ട് നോക്കി. അപ്പോൾ പനിക്കുന്നുണ്ട്. അപ്പോൾ നന്ദയുടെ ഒരു നോട്ടത്തിൽ ഗൗതം ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങ് എടുത്ത് മാറ്റി. ദേ വയ്യെങ്കിൽ കിടന്നൂടേന്ന് ചോദിച്ചു. എനിക്ക് തീരെ വയ്യെങ്കിൽ പിന്നെ നീ ഇതിനെ പഠിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം ഗൗതം. ഇന്ന് ക്ലാസ്സിലേക്ക് പോയതല്ലേ ഉള്ളൂ, ഇപ്പം ഈ രാത്രിയിലിരുന്ന് പഠിച്ചിട്ട് ഡോക്ടറാകാൻ പോവാണ് ചോദിച്ചപ്പം ഞാനും അത് ആലോചിച്ചതാ. പക്ഷേ കണക്കിന് ഹോംവർക്കാണ് തന്നു വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു നന്ദ. ദേ ഹോംവർക്കൊക്കെ പിന്നെ ആദ്യം പനി മാറ്റാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഹോംവർക്കൊക്കെ ഗൗതം സാറ് ചെയ്യുമെന്ന് ചോദിച്ചപ്പം മിണ്ടരുത്, കിടക്കാൻ പറഞ്ഞു ഗൗതം. ദേ നന്ദേ ഒരു എന്താ പറയുന്ന ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ അങ്ങനെയൊക്കെ ചേർത്തിരുത്തി സഹായിക്കുകയും പാവം പരട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു. നിൻ്റെ പനി മാറുന്നത് വരെ ഇനി ഞാനാണ് നിൻ്റെ ഡോക്ടറെന്നും ഗൗതം അങ്ങ് പറഞ്ഞു. കൈവിരൽ തുമ്പ് തൊട്ട് നടത്തിക്കുന്ന അച്ഛൻ, ഒരു ഭർത്താവ്, ഒരു കൂട്ടുകാരൻ, അങ്ങനെ പല പേരുകളിൽ ഗൗതം തന്നെ അത് നന്ദയോട് പറയുന്നു. അങ്ങനെ ഗൗതത്തിൻ്റെ സ്നേഹമൊക്കെ കണ്ട് ഇങ്ങനെ വല്ലാത്ത ഒരു ഇതിൽ ഇരിക്കുക നമ്മുടെ നന്ദ. ഈ സമയത്ത് ഗൗതം നന്ദയെ അവിടെ ഇങ്ങനെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദ വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞതേ, നാളെ ഈ വീട്ടിലുള്ളവർക്കൊക്കെ ജോലി വീതിച്ച് തന്നിരിക്കുക വല്യമ്മ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും നന്ദയോട് ജോലി വീതിച്ച് തന്നു. അത് ചെയ്തിട്ടേ എനിക്ക് നാളെ കോളേജിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അത് നാളത്തെ കാര്യമല്ലേ,
നീയേ അതൊന്നും വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും അല്ല ഗൗതം സാർ, ഞാൻ വല്യമ്മയെ വെല്ലുവിളിച്ചിട്ടാണ് വന്നത്. ആ ജോലിയെല്ലാം ഞാൻ തീർത്തിട്ടേ കോളേജിൽ പോവുള്ളൂ എന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഇങ്ങനെ നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോവില്ല എന്നും പറഞ്ഞുകൊണ്ടായി നന്ദ. അപ്പം നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഇതിനൊരു പോകാൻ വഴി കണ്ടുപിടിക്കണമെന്നും നന്ദ ഗൗതത്തിനോട് പറയാം. നീ ടെൻഷൻ ആവണ്ട, ഞാൻ പോകാൻ വഴി കണ്ടുപിടിച്ചാൽ പോരെന്ന് ചോദിച്ചു. മതിയെന്നും പറഞ്ഞു. എന്നാൽ ശരി നീ കിടന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഗുഡ് നൈറ്റും പറഞ്ഞു. നമ്മുടെ നന്ദ കിടന്നു. ഗൗതം ഇങ്ങനെ തൊട്ടരികിൽ നിൽക്കുന്നു. ഇങ്ങനെ അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ണിലൊക്കെ നോക്കുന്നുണ്ട്, ചെറിയൊരു റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് നേരം ഒരു ചെറിയൊരു ഇഷ്ടത്തിൻ്റെയൊക്കെ ആ ഒരു ഇതിലേക്ക് അങ്ങ് മൂഡിലേക്ക് അങ്ങ് മാറി അങ്ങ് പോയി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു. രാവിലെ ആയി. നന്ദയും എഴുന്നേറ്റിട്ടില്ല, ഗൗതവും എഴുന്നേറ്റിട്ടില്ല. നല്ല ഉറക്കം. പെട്ടെന്നാണ് ഗൗതം കണ്ണ് തുറന്നപ്പോൾ തൊട്ടരികിൽ നന്ദ നല്ല ഉറക്കം. അപ്പോൾ തീരെ വയ്യാത്തത് കൊണ്ടാണ് അവൾ കിടക്കുന്നത്. അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് മനസ്സിലാക്കി നെറ്റിയിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി. അപ്പോൾ നന്ദയുടെ പനി ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ട്. ഗൗതം ഇങ്ങനെ കുറേ നേരം നന്ദയെ തന്നെ നോക്കി ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങ് പോന്നു. ഈ സമയം താഴെ ലക്ഷ്മി അവിടെ ചായയൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോഴേക്കും അരുന്ധതി അവിടെ കിടന്ന് നന്ദ എഴുന്നേറ്റ് വരാത്തതിൻ്റെ പേരിലും അവിടുത്തെ പണി തീർക്കാത്തതിൻ്റെ പേരിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതേ അവിടെ പവിത്ര ജോലിയൊക്കെ ചെയ്തു തുടങ്ങി, പിങ്കി മോള് ചെയ്തു തുടങ്ങി, എന്ത് ചെയ്യും നിൻ്റെ നന്ദമോളെന്നും ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയോട് ചോദിക്കുക. നേരത്തെ എഴുന്നേറ്റ് വന്നാൽ അവൾക്ക് നേരത്തെ കോളേജിലേക്ക് പോകാം, അത്രയേ ഉള്ളൂ കാര്യമെന്നും പറഞ്ഞു ഈ അരുന്ധതി. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക നമ്മുടെ ലക്ഷ്മി. അപ്പോഴേക്കും പ്രിയതമ എഴുന്നേറ്റില്ലേ ഗൗതം എന്നും ചോദിച്ചുകൊണ്ട് പിങ്കി അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ ഇവളെ തന്നെ നോക്കുക കേട്ടോ. ഇന്ന് ചെയ്യാനുള്ള കുറേ ജോലികളൊക്കെ വല്യമായി അവളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പിങ്കി പറഞ്ഞു. അതെല്ലാം പുഷ്പം പോലെ ചെയ്ത് കളയുമെന്നും പറഞ്ഞ് ഇന്നലെ വെല്ലുവിളിച്ച ഭാവത്തോടെയാണ് അവൾ ഇവിടെ നിന്ന് അങ്ങ് പോയതെന്നുള്ള കാര്യമൊക്കെ പിങ്കി പറയാം. ഇതൊക്കെ ഒരു ചിരിയോടെ നമ്മുടെ ഗൗതം നിന്ന് കേൾക്കണം. പക്ഷെ നേരം ഇത്രയായിട്ടും ആളെ മാത്രം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മേ പിങ്കിക്ക് പനിയാ, തീരെ വയ്യ, അവൾക്ക് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയ്യോ അവൾക്ക് പനി കൂടിയോന്ന് ചോദിച്ചു ലക്ഷ്മി. സാരമില്ല, കുറച്ച് റെസ്റ്റ് എടുത്ത് അത് മാറിക്കോളൂന്ന് പറഞ്ഞു. ജോലികളൊന്നും ചെയ്യാതിരിക്കാനുള്ള മടിക്ക് പേര് പനിയെന്നല്ല ഗൗതം പറയുന്നത്, അതിന് മടിയെന്നാ പേരിടുന്നതെന്ന് പറഞ്ഞു. അവൾക്ക് ഇനി എത്ര വയ്യെങ്കിലും വയ്യുമെങ്കിലും എന്ത് സംഭവിച്ചാലും അവളോട് പറഞ്ഞിരിക്കുന്ന ജോലി മുഴുവനും അവൾ ചെയ്ത് തീർക്കണമെന്നൊക്കെ പറഞ്ഞ് അരുന്ധതി വലിയ ആൾ കളിക്കുമ്പോൾ വല്യമ്മ എന്നോട് പറഞ്ഞ ജോലികളൊക്കെ ഞാൻ മൊത്തം ചെയ്തു, പിന്നെ മുറ്റത്തെ പുല്ലി എത്തിച്ചു, എല്ലാം ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ പവിത്രേ നീ അങ്ങോട്ട് ചെന്ന് അവളെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്ത് പനിയാണെന്ന് പറഞ്ഞാലും ഞാൻ ഏൽപ്പിച്ച ജോലി കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടേ അവൾ ഇവിടെ നിന്ന് അനങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പവിത്ര അങ്ങ് പോകാൻ തുടങ്ങി. പവിത്രേ നിൽക്കാൻ പറഞ്ഞവിടെ. അപ്പോൾ അവൾ ചെയ്യേണ്ട ജോലി ഇവിടെ തീർന്നു കിട്ടിയാൽ പോരെ നിങ്ങൾക്കെന്ന് ചോദിക്കുക ഗൗതം. ആര്? ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അല്ല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം. പിങ്കി നാണം കെട്ട് ചമ്മി വെളുത്തു പോയി. ഇവരെല്ലാവരും ഇങ്ങനെ നോക്കും അന്നേരത്തേനും ഗൗതത്തെ. അപ്പം നീയോ ഛേ എന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മ. അപ്പം എന്താ അതിന് കുഴപ്പം? ആണുങ്ങൾ തറ തുടച്ചാലും പാത്രം കഴുകിയാലും അഴുക്ക് പോവത്തില്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം പാത്രത്തിൽ അഴുക്കൊക്കെ പോകും, പക്ഷേ അതിൻ്റെ നാണക്കേട് നീ ചുമക്കേണ്ടി വരും എന്ന് അച്ഛൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സാരമില്ല, ഞാനത് സഹിച്ചോളാം, അതുകൊണ്ട് വരുന്ന നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചോളാമെന്നും അമ്മേ കഴുകാനുള്ള പാത്രങ്ങൾ എടുത്തു വെക്കാൻ ലക്ഷ്മിയോട് പറഞ്ഞു ഗൗതം. അപ്പോൾ ഗൗതം നിങ്ങൾ സീരിയസ് ആയിട്ടാണോ പറയുന്നതെന്ന് പിങ്കി. പിന്നെ പിങ്കി എന്താ വിചാരിച്ചത് ഞാൻ തമാശ പറയുകയാണെന്നോ? ബെസ്റ്റ്. നന്ദയ്ക്ക് വേണ്ടി തറ തുടയ്ക്കാനും കുശിനിപ്പണി ചെയ്യാനും മാത്രം ഗൗതം ഇത്രയ്ക്ക് ചീപ്പായി പോയോ എന്ന് ചോദിച്ചു. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് വീട്ടുജോലി ചെയ്യുന്നതിലും ഭാര്യയെ സഹായിക്കുന്നതിലും ഒരു ചീപ്നെസ്സും ഇല്ലാന്നും അതിലൊരു കുറ്റകൃത്യവും ഇല്ലാന്നും ഗൗതം പിങ്കിയുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. മോനെ വേണ്ടടാ, അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞിരിക്കുന്ന ജോലി ഞാൻ ചെയ്യുമെന്നും പറഞ്ഞു ഗൗതം വീണ്ടും നല്ല ധൈര്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗൗതം നീ ഒരു പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു വല്യമ്മ. അതെങ്കിലും നീ ഓർക്കണ്ടേടാന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ചെയ്യട്ടെ ഏട്ടത്തി, സഹവാസം അവളുമായിട്ടല്ലേ, ഇതിനേക്കാളും വലിയ തറപ്പണികളും ഇവൻ കാണിച്ചെന്ന് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ വക ഒരു ഇതും കൂടെ. ഇതൊന്നും കേൾക്കാതെ ഇതേ നമ്മുടെ ഗൗതം അങ്ങ് പോവുക. നാണം ഉണ്ടോ എന്ന് ചോദിച്ചു ഗൗതം സ്വന്തം അച്ഛനോട്. പെണ്ണുങ്ങളോട് കൽപ്പിക്കാനും അവരെ ശാസിക്കുന്നതുമാണ് വെച്ചാൽ അച്ഛൻ്റെ ആണത്തം എന്ന് ചോദിക്കുവാണ് നമ്മുടെ ഗൗതം. ആ ആണത്തം എന്തായാലും എനിക്ക് വേണ്ടാന്നും പറഞ്ഞു. എന്നെ എൻ്റെ വഴിക്ക് അച്ഛൻ വിട്ടേക്ക്, എനിക്ക് എന്തായാലും അച്ഛനാകാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു നമ്മുടെ ഗൗതം അങ്ങ് പോവുക. അങ്ങനെ ഗൗതം അങ്ങ് പോയി അവിടെ ചെന്ന് അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകുന്നു, അടിച്ചു വാരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും അമ്മയും എല്ലാവരും ഓടിക്കൂടി. അപ്പോൾ ലക്ഷ്മി എന്നിട്ട് പറഞ്ഞു മോനെ നീ അതെങ്കിൽ അമ്മ ചെയ്തോളാമെന്നു. വേണ്ട ഞാൻ ചെയ്തോളാം, അതൊന്നും കുഴപ്പമില്ല ഇതെല്ലാം പറഞ്ഞ് പിങ്കിയെ നാറ്റിച്ചുകൊണ്ടാണ് സകല പണികളും ചെയ്യുന്നത്. പിങ്കിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ അസൂയ കുശുമ്പ് എന്തൊക്കെയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ് പിങ്കിക്ക്.
എൻ്റെ നന്ദയ്ക്ക് ഞാനാണ് ഉള്ളൂ, ഞാനാണ് എൻ്റെ നന്ദയ്ക്ക് വേണ്ടി ജോലി എടുക്കേണ്ടത്, അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗൗതം എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇവരെ എല്ലാവരെയും തകർത്തുകൊണ്ട് നമ്മുടെ ഗൗതം നന്ദയ്ക്ക് വേണ്ടി അവിടുത്തെ സകല പണികളും ചെയ്തു. നന്ദയ്ക്ക് എന്തൊക്കെ ജോലി വെച്ചിട്ടുണ്ട് അതെല്ലാം, തറ തുടയ്ക്കുന്നു, അതുപോലെ പാത്രം കഴുകുന്നു, അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്നു, ഇതെല്ലാം, അതുപോലെ ചായ വരെ ഇട്ട് വെക്കുന്നു. ഇതൊക്കെ പിങ്കി അപ്പുറം മാറി ഇപ്പുറം മാറി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ മുക്കാല് പണിയും നന്ദയ്ക്കാണ് വല്യമ്മായി എന്ന് പറയുന്ന പിശാച് കരുതി വെച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ഗൗതം എല്ലാ പണികളും തീർത്ത് ക്ലോസ് ചെയ്തു, തൻ്റെ ജോലികളെല്ലാം ക്ലോസ് ചെയ്തു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നാണം കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടി. അങ്ങനെ പറഞ്ഞാൽ കേൾക്കണ്ടേ, അവൻ ചെയ്യട്ടെ എന്ന നേരം നമ്മുടെ ലക്ഷ്മിയും. ഈ സമയത്താണ് പ്രിയേച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രിയേച്ചി വന്ന് ഇതൊക്കെ കാണുക. ഇതൊക്കെ കണ്ടിട്ട് പ്രിയേച്ചി അമ്പരപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് പിങ്കി എന്ന് പറയുന്നവളുടെ കൺമുന്നിലൂടെ അവളെ തൊട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഗൗതം റൂമിലേക്ക് പോയത്. അത് ഇവളെ മൈൻഡ് പോലും ചെയ്യാതെ ഇവളെ നേരത്തേക്കും ആകെ ചമ്മി വിളറെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ പിങ്കി ആ ചായയും അല്ലെങ്കിൽ ആ തിളപ്പിച്ച പാലുമായിട്ട് നമ്മുടെ നന്ദയെ കാണാനാണ് ഗൗതം പോയത്. അവിടെ ഈ പിങ്കിക്ക് യാതൊന്നും സ്ഥാനങ്ങൾ അവിടെ കൽപ്പിച്ച് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ നന്ദ നല്ല ഉറക്കം, എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ നന്ദയെ പോയി വീണ്ടും ഇങ്ങനെ വിളിച്ചു. പക്ഷെ നന്ദ എഴുന്നേൽക്കുന്നില്ല. ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നന്ദ എഴുന്നേറ്റത്. അങ്ങനെ നന്ദ എഴുന്നേറ്റപ്പോഴേക്കും ചായ അങ്ങ് കൊടുത്തു. നന്ദ വളരെ ഹാപ്പി ആയിട്ട് നല്ല ചായ ആണെന്ന് പറഞ്ഞ് കുടിക്കുമ്പം എൻ്റെ ഭാര്യ കാരണം ഒരുപാട് ജോലി ചെയ്യാൻ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദ ഇങ്ങനെ ചിരിച്ചു. പനി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം നല്ല കുറവുണ്ടെന്നും പറഞ്ഞു. നന്നായിട്ട് ഉറങ്ങിയത് കൊണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് കോളേജിൽ പോകാൻ പറ്റും അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അയ്യോ ഇന്ന് കോളേജിൽ പോകണ്ടേ, തല പോയെന്ന് വെച്ചാലും കോളേജിൽ പോക്ക് ഞാൻ മുടക്കില്ല എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ. സമയം എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ 8:30 കഴിഞ്ഞ് കാണുമെന്ന് പറയുമ്പോൾ അയ്യോ 8:30 കഴിഞ്ഞോ, ഞാൻ ഇനി എന്ത് ചെയ്യും? വല്യമ്മ ഇനി ഇന്നലെ എന്നെ കുറേ പണികളൊക്കെ ഏൽപ്പിച്ചതാ, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ ഇനി എപ്പോൾ കോളേജിൽ പോകാനാണെന്നൊക്കെ ചോദിച്ചു. അന്നേരം നമ്മുടെ നന്ദ അന്നേരം ഗൗതം ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ താഴോട്ട് ചെല്ലുമ്പോൾ കേൾക്കാം, താമസിച്ച് എഴുന്നേറ്റതിന് ഒരു ലോഡ് കുറ്റപ്പെടുത്തലുണ്ടാകും, ഞാൻ പറഞ്ഞതല്ലേ എന്നെ രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഗൗതം സാറിനോട് കാണിച്ച് ഭയങ്കര വിഷമമായി പോയിട്ട് എനിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ സമയത്ത് ആദ്യം പിടിച്ച് താഴേക്ക് ഓടി ഇറങ്ങി ചെല്ലുവാണ്. നന്ദ ഇങ്ങനെ പേടിച്ച് പറിച്ച് ഇറങ്ങി ചെല്ലുന്നത്. ഈശ്വര, കടന്നൽ കുത്തിയതുപോലെയാണല്ലോ വല്യമ്മയുടെ മുഖം ഇരിക്കുന്നത്, ഇനി എന്ത് ചെയ്യും? ഇന്ന് എൻ്റെ കാര്യം കൊട്ടപ്പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. വല്യമ്മായി അന്നേരം അവിടെ ഇരുന്ന് ചായയും കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ നന്ദ ഇറങ്ങി വന്ന് എല്ലാവരും ഒരു റൗണ്ട് അടിച്ച് നോക്കി. അപ്പോൾ അവിടെ വന്ന് എന്നോട് മുഖം കുത്തിവീർപ്പിച്ച് നോക്കുമൊന്നും വേണ്ട, എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കാൻ താമസിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ചെന്ന് പറയുന്നു. ഇന്ന് കോളേജിൽ ഞാൻ പോകുന്നില്ലെന്ന് നന്ദ പറഞ്ഞു. എന്നോട് പറഞ്ഞ ജോലികൾ മുഴുവൻ ഞാൻ ചെയ്ത് തീർത്തിരിക്കും എന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോൾ ചമ്മി പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുകയല്ലേ. പിങ്കിക്ക് അന്നേരം ഒരു പുച്ഛഭാവം അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിങ്കിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.